ഈ പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് കാലമായി. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ സർക്കാർ ജനുവരി 20 അധികാരത്തിലെത്തുന്നു. ട്രംപ് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ, സെക്രട്ടറിമാരെന്ന് പറഞ്ഞാൽ മന്ത്രിമാരാണല്ലോ, US യും UK ഒക്കെ, ഇങ്ങനെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട് പാകിസ്ഥാൻ കിടുങ്ങില്ലം കൊള്ളുകയാണ്, ഭയന്ന് ഉറച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് വല്ല അതിശയോക്തിയുണ്ടോ? ഇല്ല, അതിശയോക്തിയില്ല. അവർക്ക് വലിയ അടിയായിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ ക്യാബിനറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എപ്പോഴും പാകിസ്ഥാനോട് ചോദിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ചോദ്യമുണ്ട്: വിൽ ഷഹബാദ് ഷരീഫ് വാക്ക് ദി ടോക്ക് ഓൺ ആക്ഷൻ അഗൻസ്റ്റ് ടെറർ? ഒരു പാകിസ്ഥാനി ഗവൺമെൻറ്റൊക്കെ പറയുന്നുണ്ട് ടെററിനെതിരെ അല്ലെങ്കിൽ ടെററിസത്തിനെതിരെ ഞങ്ങൾ അത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകുമോ എന്നുള്ളത് അമേരിക്ക, പ്രത്യേകിച്ച് പുതിയ അമേരിക്കൻ ഭരണകൂടം വരാൻ പോകുന്നത് വളരെ കാര്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ഈ വാചകടി മാത്രമേ ഉള്ളൂ, ഗ്രൗണ്ടിൽ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ട്രംപിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി എന്ന് പറഞ്ഞാൽ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ആളാണ്. ഹി ഈസ് ഗോയിങ് ടു ബി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ അദ്ദേഹം സെനറ്റർ ആയിരിക്കുന്ന കാലത്ത് അവരുടെ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ബില്ലിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ഈ ടെററിസത്തിനെതിരെയുള്ള കൺസേൺ, പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണത്തിനെതിരെയുള്ള കൺസേൺ, അതിനെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളൊരു ബില്ലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ എല്ലാവിധ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെയും പറ്റി അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുകയും അതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്ത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അറിയാം, പാകിസ്ഥാൻ അറിയാം, ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ വലിയ തലവേദനയാണ്. കാരണം പാകിസ്ഥാൻ്റെ സകല ഉള്ളുകളികളും അദ്ദേഹത്തിന് അറിയാം. അതാണ് ഒരു പ്രശ്നം. അത് മാർക്കോ റൂബിയോ എന്ന് പറയുന്ന സെനറ്റർ, ഇപ്പോൾ ഇനി അടുത്ത ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് വരുന്ന ആൾ. പിന്നെ വരാൻ പോകുന്ന വേറൊരാൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാൾട്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതേപോലെ തന്നെയാണ് പാകിസ്ഥാനോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, ടെററിസം കനോട്ട് ബി എ ടൂൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നാണ് പാകിസ്ഥാനോട് നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ടെററിസം കൊണ്ട് ഇങ്ങനെ നടക്കരുത്. മാത്രമല്ല ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെയുള്ള സംഘടനകളായിട്ടുള്ള ബന്ധം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം. അല്ലാതെ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നു, ടെറർ ഫൈനാൻസിങ് നടത്തുന്നു, ഇതിനൊക്കെ അദ്ദേഹം എതിരാണ്. IMF ലോൺ എടുത്തിട്ട് തീവ്രവാദികൾ കൊടുക്കുന്നു. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇന്ത്യയിലും കാശ്മീരിലും ഒക്കെ ബോംബ് പൊട്ടിക്കലാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. എന്ത് ലോൺ കിട്ടിയാലും അതിൽ നല്ലൊരു ശതമാനം ഈ ടെററിസത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ആ രീതി ഇനി പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും പ്രഖ്യാപനം. അപ്പോൾ ഈ ടെറർ ഫൈനാൻസിങ് നിർത്തണം എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാനി ഗവൺമെൻറ്റിനും അതേപോലെ പാകിസ്ഥാനി ആർമിക്കുമൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ ഞെട്ടലാണ്. കാരണം അവർ ഈ ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്റ്റേറ്റ് പോളിസിയാണ്, അത് നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ പാകിസ്ഥാനെ പേടിപ്പിക്കുന്ന മറ്റൊരു ആളാണ് തുളസി ഗബാർഡ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ തുളസി എന്ന് പറയുന്നത് തന്നെയാണ്, ഹിന്ദിയിൽ തുളസി എന്നാകുന്നു, അങ്ങനെയാണ് വരുന്ന പേര്. പക്ഷേ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ടൽസി എന്നാണെന്ന് തോന്നുന്നു, ടൽസി ഗബാർഡ്. അപ്പോൾ അവർ ഹിന്ദുവാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിനൽ അല്ല, ഇംഗ്ലീഷുകാരിയാണ്. അതെ. അവർ ഇംഗ്ലീഷുകാരി ക്രിസ്ത്യൻ ആയിരുന്നു. അവർ സ്വയം കൺവേർട്ട് ചെയ്ത് ഹിന്ദു ആയതാണ്. അതെ, അവർ എനിക്ക് തോന്നുന്നു അവരുടെ അമ്മ ആദ്യം ഹിന്ദുവായി, പിന്നെ ഇവരും ഹിന്ദുവായി. അപ്പോൾ അവർക്കാണെങ്കിൽ ഇന്ത്യയോട് വലിയ ഇഷ്ടമാണ്. സാധാരണ നേരെ തിരിച്ചാ കാണുന്നത്. ഈ എല്ലായിടത്തും ഹിന്ദുക്കളാണ് കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തത്, തിരിച്ചല്ല. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. പക്ഷേ പുള്ളിക്കാരത്തി, ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു. അവരവിടത്ത് ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിറ്റാർ വായിച്ചുകൊണ്ട്, ഗിറ്റാറല്ല, അവർ പാടുന്ന ഒരു വീഡിയോ കണ്ടിരുന്നോ? സാർ കണ്ടിരുന്നോ? ഞാനത് കണ്ടു. ഞാൻ ഓക്കെ. അപ്പോൾ തുളസി ഈ പറയുന്ന ലേഡി വളരെ ഹിന്ദുക്കളോട് പ്രത്യേകിച്ച് സിമ്പതിയുള്ള ആളാണ്. ഇന്ത്യയോടും വളരെ സിമ്പതിയുള്ള ആളാണ്. പിന്നെ പുൽവാമ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ അതിനെ വളരെയധികം കണ്ടം ചെയ്ത ഒരു പേഴ്സണാണ് ഇവർ. പിന്നെ അവരാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചീഫ്. അതെ. അതായത് CIA പോലും ഇനി അവരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവരുടെ പോസ്റ്റ് പുതിയത് വരുന്നത് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ്, DNI. ആ DNIയുടെ കീഴിലാണ് CIA വരുന്നത്. അപ്പോൾ പുൽവാമ അറ്റാക്കിനെ അവർ വളരെയധികം കണ്ടം ചെയ്തിരുന്നതാണ്. വേറൊരു കാര്യത്തിലും അവർ പാകിസ്ഥാനെ പണ്ടേ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ബിൻ ലാഡനെ അബോട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് US നേവിയുടെ സീൽസ് തട്ടിക്കളഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അമേരിക്കയെ വളരെയധികം കണ്ടം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഗബാർഡ് എന്ന് പറയുന്ന ലേഡി. അപ്പോൾ അതും സ്വാഭാവികമായിട്ട് പാകിസ്ഥാന് വലിയ തലവേദനയുള്ള കേസാണ്. പിന്നെ CIAയുടെ ഡയറക്ടറായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ റാറ്റ്ക്ലിഫ് എന്നാണ്.
ഈ ജോൺ റാഡ്ക്ലിഫിന് ചൈന എന്ന് പറഞ്ഞാലും ദേഷ്യമാണ്, ഇറാൻ എന്ന് പറഞ്ഞാലും ദേഷ്യമാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും ലോഹ്യമായിട്ടാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നത്. അവർക്ക് ആത്മബന്ധം ഈ പറഞ്ഞ ഈ രാജ്യങ്ങളൊക്കെ ഇറാനായിട്ട് അതിനിടയ്ക്ക് അടി നടക്കുന്നുണ്ട്. അത് പിന്നെ ഒന്നാമത്തെ സുന്നി ഷിയ പ്രോബ്ലം. പക്ഷെ ചൈന അവരുടെ ഓൾ ടൈം ശത്രുവാണ്. അല്ല, ചൈന പാകിസ്ഥാന്റെ ഓൾ ടൈം ബന്ധുവാണ്. അപ്പോൾ അത് ഈ പറയുന്ന ജോൺ റാഡ്ക്ലിഫ് CIA ഡയറക്ടറിന് അതൊട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഈ അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനായിട്ടോ അല്ലെങ്കിൽ ചൈനയായിട്ടോ ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാന് അമേരിക്കയെ കൂടാതെ പറ്റില്ല. കാരണം ഇൻ പാകിസ്ഥാൻ 3 Aകളാണ്. 3 A's മാറ്റർ. 3 A. ഒരെണ്ണമുള്ള, പിന്നെ ഒരെണ്ണം ആർമി, പിന്നെ ഒരെണ്ണം അമേരിക്ക. ഈ 3 Aകളാണ് പാകിസ്ഥാൻ ഏറ്റവും പ്രധാനം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയായിട്ട് ലോഹ്യമുണ്ട്, എപ്പോഴും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ്. പക്ഷേ പണത്തിന് കാശ് കൊടുക്കില്ല. കാശ് കൊടുത്തിട്ടുള്ള ഒരു ഇടപാട്, ഒരു പരിപാടി. അത് കുറച്ചുള്ള സ്നേഹം മതി. അത് ഒരാൾക്കും കൊടുക്കില്ല, ഒരാൾക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ, ഫ്ലഡോ ഹറിക്കനൊക്കെ വന്നു കഴിയുമ്പോൾ ചിലരൊക്കെ മറ്റു രാജ്യങ്ങളെ സഹായിക്കും. ചൈന അങ്ങനെ ഒരു സഹായം കൊടുക്കില്ല, ആർക്കും പണം കൊടുക്കില്ല. വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുറേ കഴിയുമ്പോൾ ഇറങ്ങി പോയിക്കോളും, പേടിക്കണ്ടെന്ന് പറയുന്നല്ലാതെ പണം കൊടുത്തുള്ള ഒരു ഇടപാട് അവർ ചെയ്യില്ല. പിന്നെ അഥവാ ഇനി എപ്പോഴെങ്കിലും പതിറ്റാണ്ടിൽ ഒരു പ്രാവശ്യമോ വല്ലതും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ കൊടുക്കുന്ന എമൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഒരു നിസ്സാര ഒരു 500 രൂപ, അതെ, എന്നാ പിടിച്ചു എന്നുള്ള രീതിയിൽ അത്ര നമുക്ക് കേട്ടാൽ ചിരി വരുന്ന എമൗണ്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചൈനയുമായിട്ട് ഇത്ര ആത്മബന്ധം ഉണ്ടെങ്കിലും അമേരിക്കയായിട്ട് ഫ്രണ്ട്ഷിപ്പിന് ചൈനയ്ക്ക് വേണ്ടത് അവർക്ക് പ്രോപ്പർട്ടിയാണ് വേണ്ടത്. അതെ, ഒരു തുറമുഖം വേണോ, ഞങ്ങൾ ഉണ്ടാക്കാം, ഞങ്ങളുടെ ഇരിക്കും. അതെ, അത് എന്തെങ്കിലും ലോണൊക്കെ കൊടുക്കും. ലോൺ കൊടുത്തു കഴിഞ്ഞിട്ട് അത് അവരുടെ ആവും, ആ പോർട്ട് അവരുടെ ആയിരിക്കും. അതെ. പക്ഷെ ഇപ്പോൾ ചൈനയ്ക്ക് നമ്മുടെ ശ്രീലങ്കയാണ് തൊട്ടടുത്ത് അവരുടെ കണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം. പിന്നെ പാകിസ്ഥാനാണെങ്കിലും വളരെ വിഷമമാണ്. 1 Belt 1 Road എന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ കുറേ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നില്ല, അതൊന്നും ശരിയായിട്ട് പോകുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ അവിടെ ടെററിസം, ബലൂചിസ്ഥാനിൽ ഈ 1 Road 1 Beltന്റെ കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് വരുന്ന എഞ്ചിനീയർമാരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ചൈനക്കാരെ BLAക്കാര് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊല്ലുന്നു. ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങളുടെ സൈന്യത്തെ അയക്കാൻ അനുവാദം വേണമെന്നാണ്. ആദ്യം പാകിസ്ഥാൻ ഇവരെയൊക്കെ ഇരുത്തിയിട്ടൊരു പ്രസംഗമൊക്കെ നടത്തിയായിരുന്നു. അതായത് ഇവിടെ വന്ന് ചൈനക്കാർ പലരും മരിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ചൈനയ്ക്ക് പാകിസ്ഥാനോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണ് ചൈന ഇങ്ങനെ ഇപ്പോഴും ഇവിടെ വരുന്നു എന്നൊക്കെ. അല്ല, കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മളത് വീഡിയോ ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാനിലെ 6 ജില്ലകൾ പൂർണ്ണമായും ലഷ്കറിൻ്റെ കയ്യിലാണ്. അങ്ങോട്ട് അവർ പട്രോൾ ചെയ്യുന്നു, അവർ ചെക്ക് പോസ്റ്റ് വെച്ച്. പാകിസ്ഥാൻ ആർമിക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ അവരുടെ സമാന്തര ഭരണം 6 ജില്ലകളിലാണ് എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. ഉണ്ട്. പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളും അങ്ങനെ പ്രശ്നത്തിലാണ്. പിന്നെ ബലൂചിസ്ഥാനാണെങ്കിൽ അവർക്ക് അവിടെ നിന്നും വിട്ടുപോകണമെന്നുള്ള ആഗ്രഹമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർമിയിലോ മറ്റ് കാര്യങ്ങളിലൊന്നും ബലൂചിസ്ഥാന് വലിയ റെപ്രസെൻറ്റേഷൻ ഇല്ല. അല്ല, ബലൂജ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബലൂജ് വേറെ രാജ്യമായിരുന്നു. പാകിസ്ഥാൻ പിടിച്ചെടുത്തതാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല. അവർ ഇന്ത്യയോടും അഫ്ഗാനിസ്ഥാനോടും ഞങ്ങളെ ചേർക്കുമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ സർക്കാരും അഫ്ഗാനും കേട്ടില്ല, അല്ലെങ്കിൽ ബലൂജ് ഇന്ത്യയുടെ കൂടെ നിന്നേനെ. പിന്നെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ബോർഡർ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് അതൊക്കെ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടാണ് അത് വേണ്ടെന്ന് വെച്ച്. പക്ഷേ ബലൂചിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ളത്. മിനറൽസും ഓയിലും ഒക്കെ ഉണ്ട്. പക്ഷേ അത് പാകിസ്ഥാൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും പാകിസ്ഥാൻ ഒരു ശത്രുവായിട്ടാണ് ബലൂചിസ്ഥാൻ കാണുന്നത്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയാണ് ഇവരുടെ സാമ്പത്തികമായിട്ട് ഏറ്റവും സഹായം നൽകുന്ന രാജ്യം. പക്ഷേ അമേരിക്കയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരും ട്രംപിൻ്റെ കീഴിലുള്ളവർ പാകിസ്ഥാനെ നിശിതമായിട്ട് വിമർശിക്കുന്ന ട്രംപ് പറയുന്നുണ്ട്. നേരത്തെ തന്നെ ട്രംപ് പണ്ടേ പറയുന്നത് നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന പോലെ പല രാജ്യങ്ങളെ നമ്മൾ സഹായിക്കുന്നു. പക്ഷെ പോളിസി എടുത്താൽ നിങ്ങൾ പോളിസി എമൗണ്ട് അടയ്ക്കണം, നമുക്കൊന്നും കിട്ടുന്നില്ല, നമ്മളെന്തായാലും ഇവരുടെയൊക്കെ കാര്യം നോക്കുന്നു. അങ്ങനെ അമേരിക്കയിലെ പൗരന്മാർക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട പണം ലോകത്ത് പലർക്കും വെറുതെ തിന്നാൻ കൊടുക്കുകയാണ്. അതിൻ്റെ കാര്യമില്ല. നാറ്റോയിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ നാറ്റോ മെമ്പർമാർ നമുക്കൊരു പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ ട്രംപ് ആദ്യത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒന്ന് യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷേ അവരാ കാശ് വാങ്ങിക്കണമല്ലാതെ അവരെ കൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെ അന്നേ ആദ്യത്തെ പ്രാവശ്യം മത്സരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഈ ട്രംപിന് ശരിക്കും അറിയാം, ട്രംപ് നോസ് പാകിസ്ഥാൻ ത്രൂ ആൻഡ് ത്രൂ, ഫോർ വാട്ട് പാകിസ്ഥാൻ ഈസ്, അത് കൃത്യമായിട്ട് അറിയാവുന്ന രാജ്യമാണ്, ആളാണ് ട്രംപ്. ഇവരൊക്കെ കൂടി വന്നു കഴിയുമ്പോൾ പാകിസ്ഥാൻ ഒരു തലവേദനയോ ഒരു 4 വർഷം കൊണ്ട് ട്രംപ് മിക്കവാറും ഒരു നിരത്തും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ട്രംപിന്റെ ബുൾഡോസർ വരുന്നുണ്ട്. അതെ അതാണ് പ്രശ്നം പാകിസ്ഥാൻ. നമുക്ക് നോക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.